നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് CNC മെഷീൻ്റെ കീസുകളെ കുറിച്ചാണ്. ഇതാണ് എമർജൻസി സ്റ്റോപ്പ് കീ. നമുക്ക് എമർജൻസിയായി CNC മെഷീൻ ഓഫാക്കുന്നതിന് ഉപയോഗിക്കാം. ഈ ഗ്രീൻ ബട്ടണാണ് സൈക്കിൾ സ്റ്റാർട്ട് കീ. സൈക്കിൾ സ്റ്റാർട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷമേ നമുക്കൊരു പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ റെഡ് ബട്ടണാണ് സൈക്കിൾ സ്റ്റോപ്പ് കീ. സ്റ്റാർട്ട് ചെയ്ത സൈക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതാണ് റീസെറ്റ് ബട്ടൺ. റീസെറ്റ് ബട്ടൺ ഞെക്കിയതോടെ ബാക്ക് ടു ഇനീഷ്യൽ സ്റ്റേജിലേക്ക് മെഷീനെ കൊണ്ടുവരാൻ സാധിക്കും. ഈ കീയിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, കീ ഉപയോഗിച്ചാണ് പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ ഈ കീ ഇൻസേർട്ട് ചെയ്ത് ഓൺ ആക്കിയതിന് ശേഷമേ സാധിക്കൂ. മെഷീൻ ഓൺ എന്ന ബട്ടൺ അമർത്തിയതിന് ശേഷമേ നമുക്ക് സൈക്കിൾ സ്റ്റാർട്ടും സൈക്കിൾ സ്റ്റോപ്പും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നോക്കാൻ പോകുന്ന മോഡുകളെ കുറിച്ചാണ്. 3 മോഡുകളാണ് നോക്കുന്നത്: ജോക്ക് മോഡ്, ഓട്ടോ മോഡ്, MDA മോഡ്. ഓട്ടോ മോഡ് എന്ന് പറയുന്നത് മെഷീനിൽ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. MDA മോഡ് എന്ന് വെച്ചാൽ മാനുവലി ഓർ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്തതിനെ ഹോം പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നു. കോഡുകൾ അടിച്ചാണ് MDA മോഡിൽ ഹോം പൊസിഷനിലേക്ക് ആക്കുന്നത്. അടുത്തൊരു മോഡാണ് സിംഗിൾ ബ്ലോക്ക്. സിംഗിൾ ബ്ലോക്ക് ഓണാക്കിയാൽ സിംഗിൾ ബ്ലോക്കുകളായി പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ബട്ടൺ കൂളൻ്റ് ഓണാക്കാനുള്ളതാണ്. ഇവിടെയാണ് ഫീഡ് കൊടുക്കുന്നത്. ഇത് CNC മെഷീൻ്റെ ടോട്ടലി സ്പീഡ് കൺട്രോൾ ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ സ്പീഡ് ചെയ്യുക, മെഷീൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. CNC മെഷീൻ്റെ ആക്സസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ് ആക്സസുകൾ. ZY X ആക്സസുകളുള്ളത്. +Z സ്പിൻഡിൽ മേളിലേക്കും -Z സ്പിൻഡിൽ താഴേക്കും മൂവ് ചെയ്യും. Xഉം Yയും ആക്സസുകൾ വൈസിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. Y പിന്നിലേക്കും മുമ്പിലേക്കും, X ആക്സിസ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്നതാണ്. +Y മുന്നിലേക്കും -Y പിന്നിലേക്കുമാണ്. +Z ഇടത്തേക്കും -Z വലത്തേക്കുമാണ്. ഇതാണ് പെൻഡൻറ്റ്. പെൻഡൻറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് മാനുവലി മെഷീനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. പെൻഡൻറ്റിലൂടെ XY Z ആക്സസുകൾ മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. 3 കൂടുതൽ ആക്സസുകളുണ്ട്. നിലവിൽ XY Z ആക്സസുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെയാണ് പെൻഡൻറ്റിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ആക്സസുകൾ പോസിറ്റീവിലേക്കോ നെഗറ്റീവിലേക്കോ മൂവ് ചെയ്യാൻ ഇതിലൂടെ കൺട്രോൾ ചെയ്യാം. ഇടത് കൈ കൊണ്ട് എനേബിൾ ബട്ടൺ അമർത്തി നമുക്ക് പെൻഡൻറ്റിനെ കംഫർട്ടായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് എയർ ഗൺ. എയർ ഗൺ ഉപയോഗിച്ച് കൂളൻറ്റിനെയും ചിപ്പുകളെയും റിമൂവ് ചെയ്യാൻ സാധിക്കും.